എത്ര സുന്ദരനായ പുരുഷൻ! ഇവനെ എങ്ങനെയെങ്കിലും മയക്കി വിവാഹം ചെയ്യണം. വേഗം ഒരു സുന്ദരിയുടെ രൂപത്തിലാ. ഞാൻ ശൂർപ്പണഖയാണ്, ലങ്കാമന്നൻ രാവണന്റെ സഹോദരി. ഞാൻ രാമൻ, അയോധ്യ രാജാവ് ദശരഥന്റെ മൂത്ത പുത്രൻ. 14 വർഷം വനവാസം ചെയ്യാനാണ് ഇവിടെ വന്നത്. നിന്റെ ശരീരം പോലെ നിന്റെ പേരും സുന്ദരമാണ്. എന്നെ വിവാഹം ചെയ്യാമോ? ആ പർണശാലയുടെ മുകളിൽ കണ്ടോ? അവൻ എൻ്റെ അനുജൻ ലക്ഷ്മണൻ. അവനും സുന്ദരനാണ്. നിനക്ക് അവനെ വിവാഹം ചെയ്തൂടെ? ഓ, അവനും സുന്ദരനാണ്. എന്നെ വിവാഹം ചെയ്യാമോ? അദ്ദേഹമാണ് രാജകുമാരൻ. ഞാൻ അദ്ദേഹത്തിന് സേവ ചെയ്യുന്ന സാധാരണ സേവകനാണ്. നീ അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിച്ചോളൂ. ഇല്ല, അത് സാധ്യമല്ല. എനിക്ക് സൗന്ദര്യമില്ലേ? നീ സുന്ദരിയാണ്. എന്നാൽ എനിക്ക് നിന്നേക്കാൾ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. ഇവളാണ് എൻ്റെ പത്നി സീത. എത്ര സുന്ദരിയാണെന്ന് നീ എന്ത് അഹങ്കാരത്തോടെയാണ് പറയുന്നത്? ഞാൻ കൊന്നുകളയും. സ്വാമി, ഹായ്, അവിടെ നോക്കൂ. ആ മാൻ എത്ര ഭംഗിയുള്ളതാണ്. അതെ, സത്യമാണ്. എന്നാൽ അതിന്റെ മനം മയക്കുന്ന ഭംഗി കാണുമ്പോൾ രാക്ഷസന്മാരുടെ മായാവിദ്യ പോലെ തോന്നുന്നു. സ്വാമി, എനിക്ക് ആ മാനിനെ വേണം. പിടിച്ചു തരുമോ? തീർച്ചയായും സീതേ. ലക്ഷ്മണ, നീ സീതയെ നോക്കിക്കോളൂ. ഞാൻ പോയി ആ സ്വർണ്ണമാനിനെ പിടിച്ചു കൊണ്ടുവരാം. ശരി ജ്യേഷ്ഠ. ലക്ഷ്മണ, എന്റെ സ്വാമി എന്തോ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. ഉടനെ ചെന്ന് എന്റെ സ്വാമിയെ രക്ഷിക്കൂ. ജ്യേഷ്ഠത്തി, തീർച്ചയായും ജ്യേഷ്ഠന്റെ ശബ്ദമല്ല. ലക്ഷ്മണ, എന്റെ സ്വാമി അവിടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. നീയോ എനിക്ക് വിശദീകരണം തന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ചെന്ന് എന്റെ സ്വാമിയെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ നശിപ്പിക്കും. ക്ഷമിക്കണം. ഇതാ ഇപ്പോൾ തന്നെ പുറപ്പെടാം. എന്നാൽ ഞാൻ വരയ്ക്കുന്ന ഈ രേഖ കടന്ന് ഒരിക്കലും ഭവതി പോകരുത്. ശരി, എനിക്ക് വളരെ വിശക്കുന്നു. എനിക്ക് ആഹാരം എന്തെങ്കിലും തരൂ. ഇതാ വരുന്നു, ഇവിടെ നിൽക്കൂ. സ്ത്രീ, ഈ രേഖ കടന്ന് എനിക്ക് വരുവാൻ കഴിയുന്നില്ല. നീ അല്പം മുന്നോട്ട് വന്ന് എനിക്ക് ഭിക്ഷ നൽകിയാൽ.